ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള തിരക്കിട്ട നീക്കങ്ങളുമായി മുന്നണികൾ. സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള കോൺഗ്രസ് യോഗം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത്. പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് തന്നെ ആകും തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥി. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നത് കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടം. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവികളിൽ നിരാശരായ പ്രതിപക്ഷത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നതിലും തൃക്കാക്കര ഫലം നിർണായകമാകും. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന വെല്ലുവിളി തുടക്കത്തിലെ മുന്നോട്ട് വെച്ച് പ്രതിപക്ഷം. തൃക്കാക്കര UDFന്റെ ഉറച്ച കോട്ടയെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. LDFന് അവകാശവാദങ്ങൾ ഉന്നയിക്കാം. 2020 AAP സഖ്യം വിലപ്പോകില്ലെന്നും സുധാകരൻ. തൃക്കാക്കരയിൽ കോൺഗ്രസ് മികച്ച വിജയം നേടുമെന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. 100 സീറ്റെന്ന LDFന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകില്ലെന്നും ചെന്നിത്തല. തൃക്കാക്കര UDFന് ഉറപ്പെന്ന് മുന്നണി കൺവീനർ MM ഹസൻ. സർക്കാരിന് നിരാശപ്പെടേണ്ടി വരും. KV തോമസിന്റെ നിലപാട് തിരിച്ചടിയല്ലെന്നും ഹസൻ ന്യൂസ് 18നോട്. തൃക്കാക്കര സ്ഥാനാർത്ഥി ചർച്ചയിൽ കോൺഗ്രസിൽ തുടക്കത്തിലെ കല്ലുകടി. ഉമാ തോമസിനോടുള്ള എതിർപ്പ് പരോക്ഷമായി സൂചിപ്പിച്ച് കോൺഗ്രസ് മുതിർന്ന നേതാവും UDF ജില്ലാ കൺവീനറുമായ ഡൊമിനിക് പ്രസന്റേഷൻ. തൃക്കാക്കരയിൽ സഹതാപം വിലപ്പോവില്ലെന്ന് ഡൊമിനിക് പ്രസന്റേഷൻ. ഉമാ തോമസിന്റെ പേര് പ്രഖ്യാപിച്ചാൽ നിലപാട് അപ്പോൾ പറയാം. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തന്നോട് ആലോചന നടത്തിയിട്ടില്ലെന്നും ഡൊമിനിക് പ്രസന്റേഷന്റെ തുറന്നു പറച്ചിൽ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വികസനത്തിനൊപ്പമെന്ന് KV തോമസ്. ഉമാ തോമസ് എന്ന വ്യക്തിയെ പിന്തുണയ്ക്കുന്നു. എന്നാൽ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയമായേ കാണാനാകൂ. ആരുമായി വേദി പങ്കിടുമെന്ന് പറയാൻ ആകില്ല. താനോ കുടുംബാംഗങ്ങളോ മത്സരിക്കാനില്ലെന്നും KV തോമസ്. വികസനത്തിനൊപ്പം നിൽക്കുന്ന എല്ലാവരെയും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF കൂടെ കൂട്ടുമെന്ന് മന്ത്രി P രാജീവ്. വികസനത്തിനൊപ്പം നിൽക്കുന്നവരിൽ ചിലർ പരസ്യമായും മറ്റു ചിലർ വോട്ട് ചെയ്തും LDFനൊപ്പം വരും. സിൽവർ ലൈൻ പദ്ധതി അടക്കം ചർച്ച ചെയ്യപ്പെടുന്നത് നല്ല കാര്യമാണെന്നും രാജീവ്. തൃക്കാക്കര വിജയത്തിലൂടെ MLAമാരുടെ എണ്ണത്തിൽ സെഞ്ചുറി തികയ്ക്കാൻ ഇടതുമുന്നണി. CPMന്റെ നിർണായക ജില്ലാ കമ്മിറ്റി യോഗം നാളെ. കൊച്ചി മേയർ M അനിൽകുമാർ, DYFI നേതാവായിരുന്ന അരുൺകുമാർ, തൃക്കാക്കര ഭാരത് മാതാ കോളേജ് അധ്യാപിക കൊച്ചുറാണി, KV തോമസിന്റെ മകൾ രേഖ തോമസ് എന്നീ പേരുകൾ ചർച്ചയിൽ. 4 ദിവസത്തിനകം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ CPM മണ്ഡലം കമ്മിറ്റിയും നാളെ ചേരും. മുഖ്യമന്ത്രിയും കോടിയേരിയും ചികിത്സയ്ക്കായി വിദേശത്തായതിനാൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ ബാധിക്കാതെ പോകാൻ കർശന നീക്കങ്ങളുമായി പാർട്ടി. അടിയന്തര സാഹചര്യം പരിഗണിച്ച് നേതൃതലത്തിലെ ആശയവിനിമയങ്ങളിലൂടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ സാധ്യത. തൃക്കാക്കര പിടിക്കണമെന്ന് നേതാക്കളുമായി മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതല EP ജയരാജന്. EP കൊച്ചിയിലെത്തി. P രാജീവും സ്വരാജും തൃക്കാക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പോടെ LDF 100 സീറ്റ് തികയ്ക്കുമെന്ന് മന്ത്രി P രാജീവ്. വികസന മുന്നണിയും വികസന വിരുദ്ധ മുന്നണിയും തമ്മിലാണ് പോരാട്ടം. തൃക്കാക്കരയിൽ ശക്തമായ സാന്നിധ്യമാകാൻ BJPയും. മണ്ഡലത്തിൽ പരിചിതനായ CG രാജഗോപാൽ, AN രാധാകൃഷ്ണൻ തുടങ്ങിയവർക്ക് സാധ്യത. സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പേരും പരിഗണനയിൽ. കഴിഞ്ഞ തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച 2020 ഇത്തവണയും ആം ആദ്മിയുമായി ചേർന്ന് മത്സരിക്കും. പൊതുസ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇരു കക്ഷികളും തമ്മിൽ ഉടൻ തീരുമാനത്തിലെത്തും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അടക്കം കളത്തിലിറക്കി വലിയ മാറ്റമുണ്ടാക്കാനാകുമെന്ന കണക്കുകൂട്ടലിൽ സഖ്യം. രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ സന്ദർശനം. ജില്ലാ അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തു. ജില്ലാ ഭരണകൂടത്തെ ഞെട്ടിച്ച് മുൻകൂട്ടി നിശ്ചയിക്കാതെ പട്ടികവർഗ കോളനികളിൽ സ്മൃതി ഇറാനി സന്ദർശനം നടത്തി. വയനാട് സന്ദർശനത്തിനിടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ സ്വീകരിച്ച BJP നേതാക്കളും അകമ്പടി വാഹനത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റം. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിക്കൊപ്പം വന്ന നേതാക്കളുടെ വാഹനം വയനാട് ജില്ലയിൽ കടന്നപ്പോൾ ഉദ്യോഗസ്ഥർ യാത്ര തടസ്സപ്പെടുത്തിയെന്നാരോപിച്ചായിരുന്നു വാക്കുതർക്കം. ഇന്നലെ വയനാട്ടിലെത്തിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ കൽപ്പറ്റ ഗസ്റ്റ് ഹൌസിൽ ജില്ലാ കളക്ടർ ADM എന്നിവർ സ്വീകരിച്ചു. വൈകിട്ട് 3:40 കൽപ്പറ്റ PWD റെസ്റ്റ് ഹൌസിൽ വാർത്താ സമ്മേളനം നടത്തും. തുടർന്ന് കോഴിക്കോട് വിമാനത്താവളം വഴി സ്മൃതി ഇറാനി മടങ്ങും.
രാഹുൽ ഗാന്ധി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പുതിയ വിവാദത്തിന് തുടക്കമിട്ട് BJP. കോൺഗ്രസ് പാർട്ടി പൊട്ടിത്തെറിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നൈറ്റ് ക്ലബ്ബിലാണെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ. നേപ്പാൾ തലസ്ഥാനം കാഠ്മണ്ഡുവിലെ നിശാ ക്ലബ്ബിലാണ് രാഹുൽ എന്ന് BJPയുടെ പ്രചാരണം. സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ പഴയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നതെന്ന് കോൺഗ്രസ്. സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടതെന്നാണ് ശ്രദ്ധേയം. യൂറോപ്പ് സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡെൻമാർക്കിൽ പ്രധാനമന്ത്രി മെറെ ഫെഡറിക്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നോർവേ, സ്വീഡൻ, ഐസ്ലൻഡ്, ഫിൻലൻഡ് പ്രധാനമന്ത്രിമാരുമായും ഉച്ചകോടിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. പ്രധാനമന്ത്രി രാത്രി ഡെൻമാർക്കിലെ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യും. മാർഗരറ്റ് രാജ്ഞിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി അത്താഴ വിരുന്നിലും പങ്കെടുക്കും. ഇന്ത്യ ജർമ്മനി സംയുക്ത കരാറിനെ തുടർന്നുള്ള വിദഗ്ധ തൊഴിലാളികളുടെ നിയമന നടപടികൾ നാളെ തുടങ്ങും. 10,000-ഓളം അപേക്ഷകരിൽ നിന്ന് 400 പേരുടെ അഭിമുഖം ആദ്യം നടക്കും. ചരിത്രപരമായ കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചതെന്നും തീരുമാനം കേരളത്തിലേറെ ഗുണം ചെയ്യുമെന്നും ജർമ്മനിയിൽ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിജയബാബുവിനെതിരെ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് അമ്മയിൽ പൊട്ടിത്തെറി. മാലാ പാർവതിക്ക് പിന്നാലെ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും രാജിവെച്ചു. രാജി അമ്മയുടെ ആഭ്യന്തര പരാതി സമിതിയിൽ നിന്ന്. സമിതി അധ്യക്ഷയായിരുന്നു ശ്വേതാ മേനോൻ. സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ പരാതിയിൽ CBI സംഘം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെത്തി തെളിവെടുത്തു. പരാതിക്കാരിയുമായി നേരിട്ടെത്തിയാണ് CBI സംഘം തെളിവെടുത്തത്. പീഡന പരാതി അന്വേഷിക്കാൻ പൊതുഭരണ വകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങിയായിരുന്നു തെളിവെടുപ്പ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ CBI പരിശോധന സംസ്ഥാനത്ത് ആദ്യം. CBIയുടെ 2 സംഘമാണ് ക്ലിഫ് ഹൌസിലെത്തിയത്. CBIയുടെ രണ്ടാമത്തെ സംഘത്തിന്റെ വാഹനത്തിന് പിന്നാലെ ഓട്ടോറിക്ഷയിൽ 10 മണിയോടെ പരാതിക്കാരി എത്തി. 2012 സെപ്റ്റംബർ 9 ക്ലിഫ് ഹൌസിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. സിൽവർ ലൈൻ സമരസമിതിയുടെ ബദൽ സംവാദത്തിൽ കേരയിൽ പ്രതിനിധികൾ പങ്കെടുക്കില്ല. ബദൽ സംവാദമല്ല, തുടർ സംവാദങ്ങളാണ് വേണ്ടതെന്നാണ് കേരയിൽ അധികൃതരുടെ നിലപാട്. നാളെയാണ് സമരസമിതിയുടെ ബദൽ സംവാദം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. പത്തനംതിട്ട കുന്നന്താനത്ത് ബിയർ ബോട്ടിൽ കൊണ്ട് മധ്യവയസ്കയെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് കീഴടി സ്വദേശി വിജയമ്മ. അയ്യപ്പൻ എന്നയാളാണ് വിജയമ്മയെ ആക്രമിച്ചത്. പ്രതി കസ്റ്റഡിയിൽ. മറ്റു ആക്രമിച്ച് വരും വഴിയാണ് തുണി അലക്കിക്കൊണ്ടിരുന്ന വിജയമ്മയുമായി പ്രതി വാക്കേറ്റം നടത്തിയത്. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന ബിയർ കുപ്പി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പരിക്കേറ്റ വിജയമ്മയെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. മറ്റു 4 പേരെ കൂടി ഇയാൾ ആക്രമിച്ചതായി പോലീസ്. കാസർഗോഡ് ചെറുവത്തൂരിലെ ഷവർമ്മ ഭക്ഷ്യവിഷബാധയിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് ഐഡിയൽ കൂൾബാർ മാനേജിംഗ് പാർട്ണർ പടന്ന സ്വദേശി അഹമ്മദ്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി. ഷവർമ്മ കഴിച്ച് വിദ്യാർത്ഥിനി മരിച്ച കേസിൽ പ്രതി ചേർത്ത സ്ഥാപന ഉടമ പിലാവളപ്പിൽ കുഞ്ഞഹമ്മദിനെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. കുഞ്ഞഹമ്മദ് കേസിൽ 4ാം പ്രതി. ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിലും പുരോഗതി. ഷവർമ്മ നിർമ്മാണത്തിൽ മാനദണ്ഡം പാലിക്കുന്നോ എന്നറിയാൻ പരിശോധനയ്ക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഷവർമ്മ ഉണ്ടാക്കുന്നതിന് മാനദണ്ഡം പുറപ്പെടുവിച്ചു. ശുചിത്വവും വൃത്തിയും പാലിക്കുന്നുണ്ടോ എന്നറിയാൻ ഇനി പരിശോധന ഉണ്ടാവും. +2 കെമിസ്ട്രി പരീക്ഷാ ഉത്തര സൂചിക പുതുക്കി. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലാണ് ഗവേഷണ ബിരുദാനന്തര ബിരുദമുള്ള 3 കോളേജ് അധ്യാപകരും 12 ഹയർ സെക്കൻഡറി അധ്യാപകരും ഉൾപ്പെട്ട വിദഗ്ധ സമിതി പുനഃപരിശോധന നടത്തിയത്. പുതിയ ഉത്തര സൂചികയുടെ അടിസ്ഥാനത്തിൽ നാളെ മൂല്യനിർണ്ണയം പുനരാരംഭിക്കും. KSRTCയിൽ ഏപ്രിൽ മാസത്തെ ശമ്പളവും വൈകും. സർക്കാരിനോട് 65 കോടി ആവശ്യപ്പെട്ടുവെങ്കിലും 30 കോടി മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഈ മാസം 5-ാം തീയതി ശമ്പളം കിട്ടിയില്ലെങ്കിൽ അന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്കാനാണ് പ്രതിപക്ഷ യൂണിയനുകളുടെ തീരുമാനം. കോഴിക്കോട് താമരശ്ശേരിയിൽ
ജപ്തി ചെയ്ത വീട് തമിഴ് കുടുംബത്തിന് വിറ്റ് 20 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന് പരാതി. വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ പണമിടപാട് സ്ഥാപനം ജപ്തി ചെയ്ത വസ്തു വിറ്റത് തമിഴ്നാട് പഴനി സ്വദേശി റഫീഖിന്. പരപ്പൻപോയിൽ സ്വദേശി അബ്ദുൾ മജീദും ഇടനിലക്കാരും ചേർന്ന് 3 തവണയായാണ് പണം വാങ്ങിയതെന്നും റഫീഖ്. തട്ടിപ്പിനിരയായത് 15 വർഷമായി താമരശ്ശേരിയിൽ പല ജോലികൾ ചെയ്തു കഴിയുന്ന പഴനി സ്വദേശി റഫീഖും കുടുംബവും. വാടക വീട് അന്വേഷിച്ച് നടക്കുമ്പോൾ വീട് വിൽപ്പനയ്ക്കുണ്ടെന്ന് അറിയിച്ചത് ബ്രോക്കർ ചന്ദ്രൻ. ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്ത വസ്തുവെന്ന് ഇവർ തിരിച്ചറിഞ്ഞത് പോലീസും അമീനും എത്തിയപ്പോൾ. കേരളത്തിൽ നിന്ന് ചെറിയ പെരുന്നാൾ 30 ദിവസത്തെ റമദാൻ വ്രതം പൂർത്തിയാക്കിയാണ് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ. ഇന്നലെ ശവ്വാൽ പിറവി ദൃശ്യമാകാതിരുന്നതിനാലാണ് കേരളത്തിൽ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗം തീർക്കുന്ന ശൂന്യത ഈ പെരുന്നാൾ ദിനത്തിലെ വലിയ വേദനയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. 2 വർഷത്തിന് ശേഷം കോവിഡ് നിയന്ത്രണങ്ങളും നിബന്ധനകളും ഇല്ലാത്ത പെരുന്നാളാണ് ഇത്തവണയെന്നും കുഞ്ഞാലിക്കുട്ടി ന്യൂസ് 18നോട്. നോമ്പുകാലത്തിനു ശേഷം കടന്നുവന്ന ചെറിയ പെരുന്നാൾ പ്രാർത്ഥനകളുടെയും സമാഗമങ്ങളുടെയും നല്ല ദിവസമാകട്ടെ എന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗം കാരണം ഇത്തവണ പാണക്കാട് കുടുംബത്തിൽ പെരുന്നാൾ പതിവാഘോഷങ്ങളില്ലാതെ ആകും കടന്നുപോവുക. ഭിന്നശേഷിക്കാർക്കായി പെരുന്നാൾ ആഘോഷമൊരുക്കി മലപ്പുറം സ്വലാത്ത് നഗർ മഹദീൻ അക്കാദമി. രാവിലെ ഭിന്നശേഷിക്കാർക്ക് മാത്രമായി സംഘടിപ്പിച്ച പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ജില്ലയുടെ പല ഭാഗത്തു നിന്നും നിരവധി പേരെത്തി. തുടർന്ന് എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണവും പായസവും നൽകി. പി സി ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെ തിരുവനന്തപുരം പാളയം ഇമാം BP സുഹൈബ് മൗലവി. പി സി ജോർജിന്റെ പരാമർശങ്ങൾ കേട്ടുകേൾവിയില്ലാത്ത സമൂഹത്തോട് മാപ്പ് പറയാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നും പാളയം ഇമാം. രാഷ്ട്രീയ കൊലപാതകങ്ങളെ ന്യായീകരിക്കരുതെന്ന് BP സുഹൈബ് മൗലവി. ഹിജാബ് നിരോധനം ഭരണഘടനാ ലംഘനമാണെന്നും സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയെന്നും പാളയം ഇമാം. കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വീണ്ടും മാവോയിസ്റ്റ് പോസ്റ്റർ. മുതുകാട് മേഖലയിലെ ഖനനനീക്കത്തിനെതിരെയാണ് പോസ്റ്റർ. മാവോയിസ്റ്റ് ഭീഷണി ഉള്ളതിനാൽ കഴിഞ്ഞ കുറേ നാളായി തണ്ടർ ബോൾട്ടിന്റെ സുരക്ഷയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. നിർണായക സമയത്ത് സഫ്നാദിന് ഗോൾ നേടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ കുടുംബം. പറയാനും പ്രകടിപ്പിക്കാനും കഴിയാത്ത അത്ര സന്തോഷമാണ് ഈ കുടുംബം ന്യൂസ് 18നോട് പങ്കുവച്ചത്. സന്തോഷ് ട്രോഫി കിരീട നേട്ടം കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. പയ്യനാട്ടേക്ക് ഒഴുകിയെത്തിയ കാണികളാണ് ഈ ഉദ്യമം വിജയകരമാക്കിയത്. ഇനിയും ഒട്ടേറെ ടൂർണമെന്റുകൾ പയ്യനാട് വേദിയാകുമെന്നും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി ന്യൂസ് 18നോട്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ബംഗളൂരുവിൽ പിടിയിലായ 4 പേരെയും കോഴിക്കോടെത്തിച്ചു. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ സ്വർണം വിട്ടുകിട്ടാത്തതിന്റെ പേരിലായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. മയനാട് തയ്യിൽ താഴം വീട്ടിൽ ഫാസിലിനെ 4-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി. ഫാസിലിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ സ്വർണ്ണക്കടത്തിലെ പകയെന്ന് പോലീസ്. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ 1 കിലോയോളം സ്വർണം കൈമാറാതിരുന്നത് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചു. മലപ്പുറം തയ്യിലക്കടവ് സ്വദേശികളായ മുഹമ്മദ് സമീർ, ജയരാജൻ, മുഹമ്മദ് റൌഫ് എന്നിവരെയും കോഴിക്കോട് കടലുണ്ടി സ്വദേശിയായ രതീഷിനെയുമാണ് പോലീസ് പിടിച്ചത്. കൊട്ടാരക്കര പുത്തൂരിൽ കാറിടിച്ച് CPM ബ്രാഞ്ച് സെക്രട്ടറി മരിച്ചു. വല്ലഭൻകര സ്വദേശി രത്നാകരൻ പിള്ളയാണ് മരിച്ചത്. അപകടം പ്രഭാത സവാരിക്കിടെ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. പുത്തൂർ പോലീസ് കാർ കസ്റ്റഡിയിൽ എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം കിളിമാനൂർ കാരേറ്റ് കടലുകാണിപ്പാറ കാണാനെത്തിയവരെ ആക്രമിച്ചവർ പിടിയിൽ. പോലീസ് പിടികൂടിയത് താളിക്കുഴി സ്വദേശികളായ അനു S സന്ദീപ്, ഉമേഷ് എന്നിവരെ. ആക്രമണം കഴിഞ്ഞ ബുധനാഴ്ച. ആക്രമണത്തിന് ഇരയായത് പാങ്ങോട് വാഴത്തോപ്പ് സ്വദേശികൾ. താമരശ്ശേരിയിൽ 2 കിലോ കഞ്ചാവുമായി ആസാം സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. അസം സ്വദേശി നൂറുൽ ഹക്കാണ് പിടിയിലായത്. കോഴിക്കോട് എക്സൈസ് ഇന്റലിജൻസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഞ്ചാവ് പിടിക്കുകയായിരുന്നു. താമരശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ T ഷറഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം. കൊല്ലം കുന്നിക്കോട് വീട്ടിൽ കയറി മോഷ്ടിക്കുകയും വീട്ടമ്മയെ ഉപദ്രവിക്കുകയും ചെയ്ത കേസിലെ പ്രതികൾ അറസ്റ്റിൽ. പോലീസ് അറസ്റ്റ് ചെയ്ത് മേലില സ്വദേശി മനോജ്, മേലില സ്വദേശി ഹരികൃഷ്ണൻ എന്നിവരെ. മോഷണം മഞ്ഞക്കാല സ്വദേശിനി ശ്യാമളയുടെ വീട്ടിൽ.
കേരള ജേർണലിസ്റ്റ് യൂണിയൻ സ്ഥാപക ദിനം, പത്രപ്രവർത്തക ദിനാചരണം എന്നിവയുടെ ഭാഗമായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് രാജു കടക്കരപ്പള്ളി അധ്യക്ഷനായിരുന്നു. ദേശീയ സമിതി അംഗങ്ങളായ ബാബു തോമസ്, സനിൽ അടൂർ, സംസ്ഥാന സെക്രട്ടറി മനോജ് പുളിവേൽ, ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയൻ എന്നിവർ പങ്കെടുത്തു. ഇനിയും വികസനമെത്താത്ത ആദിവാസി മേഖലകളിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ഇടമലക്കുടിക്ക് അനുവദിച്ച തുക വിനിയോഗത്തിൽ LDF സർക്കാരിന്റെ കാലത്ത് തുടർച്ചയുണ്ടായില്ലെന്നും MP-യുടെ കുറ്റപ്പെടുത്തൽ. വയനാട് വൈത്തിരിയിൽ പുഴയോരത്ത് പഞ്ചായത്ത് അധികൃതരുടെ വിലക്കു ലംഘിച്ച് നിർമ്മാണം. കരിങ്കൽക്കെട്ട് നിർമ്മിക്കുന്നത് സ്വകാര്യ സ്ഥലത്ത്, മതിൽക്കെട്ട് നിർമ്മാണം തുടരുന്നത് വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലത്ത്. കളക്ടർക്കും റവന്യൂ മന്ത്രിക്കും പരാതി നൽകാൻ നീക്കവുമായി പരിസ്ഥിതി പ്രവർത്തകർ. മൂന്നാറിനായി മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇടുക്കിയുടെ സമഗ്രമായ വികസനത്തിന് വഴിയൊരുക്കുന്ന റോഡ് ടൂറിസം പദ്ധതികൾക്കാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകൾ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി റോഡ് വികസനത്തിന് വേണ്ട നടപടികൾ പൊതുമരാമത്ത് നടത്തുന്നുണ്ടെന്നും മന്ത്രി. തിരുവനന്തപുരം വക്കം ഗ്രാമപഞ്ചായത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ശ്രീപത്മം ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ്. വക്കം മൈന പാർക്കിൽ നടന്ന ക്യാമ്പ് കടക്കാവൂർ സർക്കിൾ ഇൻസ്പെക്ടർ അജേഷ് B ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പാരഡൈസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മൊബൈൽ ഫ്രീസർ സേവനം ലഭ്യമാകും. ഉദ്ഘാടനം ദേവികുളം MLA A രാജ നിർവഹിച്ചു. പാലക്കാട് പട്ടാമ്പി സ്വദേശി വഹാവാണ് സൊസൈറ്റിക്ക് ഫ്രീസർ കൈമാറിയത്. ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് പോൾ ഗില്ലി അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യകാരൻ MS കുമാറിന് പേരിൽ നൽകുന്ന പ്രഥമ സമന്വയ ബാലസാഹിത്യ പുരസ്കാരം എഴുത്തുകാരി തസ്മീൻ ഷിഹാബിന് സമ്മാനിച്ചു. പുരസ്കാരം സുമയ്യ എന്ന ശാസ്ത്രാന്വേഷണ കൃതിക്ക്. പാലക്കാട് ഞാങ്ങാട്ടേരി സമന്വയ ലൈബ്രറി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. സർഗോത്സവം സംഘടിപ്പിച്ച് വർക്കല താലൂക്ക് ലൈബ്രറി കൗൺസിൽ. വർക്കല ഞെക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സർഗോത്സവം ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി GS സുനിൽ ഉദ്ഘാടനം ചെയ്തു. കഥാരചന, കവിതാരചന, ഉപന്യാസരചന, ആസ്വാദനക്കുറിപ്പ്, ചിത്രരചന, കാർട്ടൂൺ രചന, കഥാപാത്ര നിരൂപണം എന്നീ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അരങ്ങേറിയ അഷ്ടപതി സംഗീതോത്സവം ശ്രദ്ധേയമായി. തെക്കേനടയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു പരിപാടി. 80 കലാകാരന്മാർ സംഗീതാർച്ചന നടത്തി. ക്ഷേത്രകലയായ അഷ്ടപതി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. തൃശൂർ അമലനഗറിനടുത്ത് പ്രവർത്തിക്കുന്ന രാമഞ്ചിറ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ 7ാമത് വാർഷിക ആഘോഷ പരിപാടികൾ നടൻ TG രവി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ആശാവർക്കർ ബിന്ദുവിനെ ചടങ്ങിൽ ആദരിച്ചു. News 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com